നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്ന എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ട എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അതായത് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നിങ്ങൾക്ക് ടാറോ റീഡിങ്സ്. ഫ്യൂച്ചറിലേക്കുള്ള ഗൈഡൻസ് ആയിട്ടും ടാറോ റീഡിങ്സിൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്തെടുക്കാം. വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നതാണ്. പിന്നെ നിങ്ങളുടെ ബ്ലോക്കേജുകളാണെങ്കിലും, നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസ് ആണെങ്കിലും, മണി പ്രോബ്ലംസ് ആണെങ്കിലും, കരിയർ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസമാണ് ടാരോയിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ബേസ് ചെയ്ത് ലഭിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ ഡബിൾ എനർജിയുടെ, ശത്രുദോഷത്തിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ആരിൽ നിന്ന് അതിനെങ്ങനെ മറികടക്കാം എന്നെല്ലാം നിങ്ങളുടെ ടാറോയോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി വ്യക്തമായിട്ട് കിട്ടുകയും മാത്രവുമല്ല ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ്, നിങ്ങളെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വലയം തന്നെയാണ്, പോസിറ്റീവ് ആകുന്ന ഒരു ഓറ എനർജി തന്നെയാണ് ടാറോ എന്നതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഏതാണോ, വരാഹി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കേജുകൾ മാറ്റാനും ഭയത്തെ അതിജീവിക്കാനും, അതായത് ശത്രുദോഷത്തിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനും, കാര്യസിദ്ധി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വജ്രഘോഷത്തിൻ്റെ എനർജി ഞാൻ ഇട്ടിരിക്കുന്നത്. മണി അഫർമേഷൻസ് പിന്നെ നമുക്കറിയാലോ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനും, സാമ്പത്തികത്തിൻ്റെ കർമ്മ സാമ്പത്തികം എന്നുള്ള ആ ഒരു എനർജിയിലെ നിങ്ങൾക്ക് കർമ്മ നേരിടുന്നുണ്ടെങ്കിൽ, ബാഡ് കർമ്മ നേരിടുന്നുണ്ടെങ്കിൽ മണി അഫർമേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് എപ്പോഴും നാവിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ പണത്തിൻ്റെ ആ ഒരു എനർജി, പണത്തിൻ്റെ ആ നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും കേട്ടോ. അതായത് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കുകയും കൂടാതെ തന്നെ സാമ്പത്തികം ഒന്നിലധികം മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് ഒഴുകി വരികയും ചെയ്യുമെന്നുള്ളതാണ് മണി അഫർമേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം. അതായത് സാമ്പത്തിക ഭദ്രത വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു, നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ബാലൻസ് എല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും, ഫിനാൻസ് എനർജി നമ്മളിൽ കണക്റ്റഡ് ആയാൽ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക. അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞതും എല്ലാവരും ചെയ്യണം. 2026 വരാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നെക്സ്റ്റ് ഒരു ഇയർ കൂടി നമുക്ക് ഡിവൈൻ നൽകുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് നേടാൻ പറ്റും, ആരാവാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഡിസംബർ കഴിയുമ്പോഴത്തേനും ഒരു ബുക്കിനകത്ത് നിങ്ങൾ ഈ ഒരു വർഷം, അതായത് 2026 ഡിസംബർ ആകുമ്പോഴത്തേനും നിങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു 10-15 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നിട്ട് പ്രയത്നിക്കണം. എന്നും 2 നേരം നിങ്ങൾ ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നമ്മളെക്കൊണ്ട് സാധിക്കുന്ന മതി. ഇപ്പോൾ 15 കാര്യം എഴുതണം എന്നൊന്നും ഞാൻ പറയില്ല. പറ്റുമെങ്കിൽ 2 കാര്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് എഴുതി വെക്കണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണം. പറ്റുമെങ്കിൽ അതിനെ മാനിഫെസ്റ്റിംഗ് ചെയ്യണം. 1 ഇയറിലെ മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നമുക്ക് 2026 സാധിച്ചില്ലെങ്കിൽ നമ്മളിലേക്ക് അതൊരു 2027 വന്ന് ചേരുമെന്ന് കാര്യം ഓർമ്മിക്കുക കേട്ടോ. നമുക്ക് സാധിച്ചില്ല എങ്കിൽ
നമുക്ക് ആ ഒരു വർഷം നിങ്ങൾ നടത്തുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഫലമെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ നിങ്ങളെ തേടി വരും ആ ഒരു കാര്യം. അതിനകത്ത് യാതൊരു സംശയവുമില്ല കേട്ടോ. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, എന്നെ മനസ്സിലാക്കണം. ഞാൻ പറയുന്ന സത്യമായ കാര്യങ്ങളും അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം, നേടണം. നമ്മളുടെ കഴിവ് തെളിയിക്കേണ്ടത് ബന്ധങ്ങളിലൊന്നും പോയിട്ടല്ല, നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിൽ തന്നെയാണ് നമ്മളുടെ കഴിവ് തെളിയിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റ് എനർജി നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരണം, മാറ്റങ്ങളെ കൊണ്ടുവരണം, പോസിറ്റീവായ ചിന്തകളെ കൊണ്ടുവരണം, പോസിറ്റീവായി പോകണം. എല്ലാ രീതിയിലും മനുഷ്യർ വരും. നമുക്ക് ദേഷ്യവും സങ്കടവും എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യരിൽ കണക്റ്റഡ് ആണ്. അതൊന്നും ആർക്കും പെട്ടെന്നൊന്നും എടുത്തു കളയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ദ ലവേഴ്സ് എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഐക്യത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ ഏത് കാര്യങ്ങളെയൊക്കെയാണോ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ഐക്യമുണ്ട്. ഇന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ഒരു മെയിൽ എനർജിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നോ നിങ്ങൾക്ക് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സപ്പോർട്ട് എനർജി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അതൊരു ലൈഫ് ലോങ് സക്സസ്സിലേക്ക് എത്തുന്ന ഒരു തീരുമാനവുമാണ്. പ്ലസ് നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ടോടു കൂടിയും നിങ്ങൾക്കത് ആ ഒരു തീരുമാനം നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരു തീരുമാനം എടുക്കുന്നത് ആ കാര്യത്തിൽ ആ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഡിവൈൻ്റെ പ്രസൻസും ഉണ്ടാകും. അതായത് നിങ്ങൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് മാറാൻ പറ്റും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്തായിക്കോട്ടെ അത് നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ആക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ജഡ്ജ്മെൻറ്റിങ് നടക്കുന്ന ദിവസമാണ് കേട്ടോ. നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു പറഞ്ഞില്ലേ ഒരു ഓൾഡ് ഫെമിനിയൻ എനർജി, അതല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ കഴിവുള്ള അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ലേഡി പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ദൃഢതയാണ്, ബന്ധങ്ങൾക്ക് ദൃഢതയുണ്ടാക്കുന്നുണ്ട്, അത് ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എനർജി ഇന്നത്തെ ദിവസം ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റമാണ് വരുന്നത്. ജീവിതത്തിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ചിലപ്പോൾ ഈ ലീഗൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, നിങ്ങളൊരു ഗാർഡിയൻ എനർജിയിലുള്ള വ്യക്തിയൊക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഒരു മാറ്റമാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. തടസ്സങ്ങളെ അതിജീവിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര പോകാവുന്ന, അതായത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഡോറുകൾ ഓപ്പണിംഗ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം 5 ഓഫ് വാൺസിൻ്റെ എനർജി കാണുന്നുണ്ട്. 5 ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ഇടാനാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ആക്ഷൻ എടുത്തതിൽ, നിങ്ങൾ എന്തെങ്കിലും കരിയർ പാതയിലായാലും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലായാലും നിങ്ങൾ ആക്ഷൻ എടുത്തെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സെലിബ്രേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ നിങ്ങൾ നേരിടുന്ന സിറ്റുവേഷൻസ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിൽ, അത് ബിസിനസ് പാർട്ട്ണർ ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് കരിയർ മേഖലയിലുള്ള നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരു വ്യക്തിയാവാം. അവിടെ എന്തെങ്കിലും രീതിയിൽ പോസിറ്റീവായിരുന്നൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു തെറ്റിദ്ധാരണയോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിലധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾ ബൗണ്ടറി ഇടുക. നിങ്ങൾ ആരുടെ സഹായം നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്
നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കണക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു നഷ്ടം സംഭവിക്കാം, അല്ലെങ്കിൽ മൈൻഡ് ലോസ് സംഭവിക്കാം, ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാം. പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും അതിനകത്ത് നിങ്ങൾ വിഷമിക്കണ്ട. കാരണം നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ് ആണ്. ചിലപ്പോൾ ഇപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇടം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരിടം, പക്ഷേ നാളെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റമെന്ന് പറയുന്നത് സക്സസ് ആണ്. നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൂർണ്ണതയെ, നിങ്ങളുടെ സത്യസന്ധതയെ മറ്റുള്ളവർ വാഴ്ത്തി പറയുന്നൊരു സമയത്തിലേക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കും നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പം നിങ്ങളിപ്പം തൽക്കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക. നിങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ ആരെയും കൂട്ടുപിടിക്കരുത്. കാരണം വിശ്വസ്തരാണ് എല്ലാവരും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു എനർജിയാണ് ഡിവൈൻ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് അടുത്തൊരു കാർഡ് വന്നിരിക്കുന്നത് ഹൈറോഫെൻറ്റിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഒരു വിവാഹ ബന്ധത്തെ ബേസ് ചെയ്താവാം, കരിയർ പാതയെ ബേസ് ചെയ്താകാം, സാമ്പത്തികപരമാകുന്ന ഒരു ഇടപാടിനെ ബേസ് ചെയ്താവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മധ്യസ്ഥതയുടെ എനർജി കാണിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇന്നൊരു വിധി നടപ്പിലാക്കപ്പെടുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകളുടെ എനർജിയിൽ ഒരു വിധി നടപ്പിലാക്കപ്പെടുന്ന സിറ്റുവേഷൻസും കോൺഫ്ലിക്റ്റുകളും എല്ലാം നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നല്ല പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങൾ രാവിലെയാണ് ഈ റീഡിങ്സ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങി വെക്കുക. വിശ്വസിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ വിശ്വാസമുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളെ സമർപ്പിക്കുക. സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. ചില സിറ്റുവേഷൻസിനെയൊക്കെ വിട്ട് കളയുക. ചിലതൊക്കെ നമ്മൾക്ക് കൊക്കിലൊതുങ്ങുന്ന കുത്തുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് പറ്റുന്നത് മാത്രം, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രം നമ്മൾ സ്വീകരിക്കുക. നമ്മളെക്കാൾ അപ്പുറത്തുള്ള, അതായത് നമുക്കൊരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന എനർജികളെ വിട്ട് കളയുക എന്നാണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് ലീഗൽ പ്രശ്നങ്ങളുണ്ട്, മധ്യസ്ഥതയുടെ ആവശ്യം വരുന്നുണ്ട്, ഒന്നിലധികം വ്യക്തികളുമായിട്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസുകളാണ് കാണാൻ സാധിക്കുന്നത്. മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തു നിന്നും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരാൻ സാധ്യത കാണുന്നുണ്ട്. ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്ഥായിയായിട്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്കൊന്ന് മാറി പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മൂല്യം അറിയാൻ, നിങ്ങളുടെ പവർ അറിയാനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് കാണുന്നത്. മജീഷ്യനാണ് കേട്ടോ. ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അത് മെയിലായാലും ഫീമെയിൽ ആയാലും നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടണം. നിങ്ങൾ സ്ട്രോങ് ആവണം, നിങ്ങൾ സ്ട്രെങ്ത് ആവണം. നിങ്ങൾ സത്യസന്ധതയോടുകൂടി, പ്രൗഡോടുകൂടി തന്നെ നിൽക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളായാലും നിങ്ങളുടെ തീരുമാനങ്ങളായാലും നിങ്ങളുടെ അതോറിറ്റിയിലേക്ക് മറ്റൊരാൾക്ക് പ്രവേശിക്കാത്ത വിധം ഒരു ബൗണ്ടറി തീർക്കുക. നിങ്ങളുടെ കഴിവ് തെളിയിക്കുക കേട്ടോ. നിങ്ങൾ മോശമല്ല, നിങ്ങൾക്കതിനുള്ള പവറുണ്ട്. ഏത് പ്രതിസന്ധിനെയാണെങ്കിലും എത്ര വലിയ നഷ്ടങ്ങളെയാണെങ്കിലും നേരിടാനും അതിൽ നിന്നും കുതിച്ചുയരാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു മൈൻഡ് പവറിലേക്ക് നിങ്ങൾ വരിക. ഏത് എനർജി ആണെങ്കിലും, അത് മെയിലായിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അവിടെയൊന്നും നിങ്ങൾക്കൊരു നിസ്സഹായതയുടെ എനർജിയിലേക്ക് നിങ്ങൾ ഒരിക്കലും മാറരുത്. നിങ്ങൾ തിരിച്ചു വരുന്ന പോലെ സ്ട്രോങ് എനർജിയിലേക്ക് മാറുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 5കളുടെ എനർജി വളരെ സ്ട്രോങ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം കോൺഫ്ലിക്റ്റുകളുടെയും തടസ്സങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ എനർജി കണക്റ്റഡായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യവും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യണം. എപ്പോഴും ഒരുപോലെ തന്നെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാതായി പോവും. കയറ്റവും ഇറക്കവും ദുഃഖവും നഷ്ടവും എല്ലാം കണക്റ്റ് ചെയ്ത് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അതിനെല്ലാം ഏത് രീതിയിൽ മാനേജിങ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ച് കടന്നു പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സിറ്റുവേഷൻസുകളെ മാനേജിങ് ചെയ്യുക, ആ സമയത്തിനൊത്ത് അടുത്ത ആക്ഷൻ എടുക്കാൻ പറ്റുക എന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എനർജി എന്ന് പറയുന്നത്. അത് നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ജീവിതത്തിൽ കണക്റ്റഡ് ആവണം.
5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു അബണ്ടൻസ് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു അബണ്ടൻസ് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അതൊരു റോങ് സിറ്റുവേഷൻസ് ആയിരുന്നു, ഒരു ചീറ്റിംഗ് എനർജി ആയിരുന്നു. അത് കയ്യിൽ കിട്ടിയാലും ഫെയിലിയർ ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് എനർജിയിലേക്ക്, പോസിറ്റിവിറ്റിയിലേക്ക് മാറാൻ പറ്റുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ച് ഇന്ന് പുതിയൊരു ആക്ഷൻ എടുക്കുന്നുണ്ട്. പാഷൻ എനർജി, കരിയർ പാതയിലൊക്കെ ഒരു ചേഞ്ചിങ്, ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധിക്കുന്നുണ്ട്. അതിന് പറ്റിയ സമയമാണ്. പുതിയ ജോലി അന്വേഷിച്ചിറങ്ങുന്നവർക്ക് പറ്റിയ സമയമാണ്. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ്. കുറച്ച് ആളുകളുടെ എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ദ ഹെർമിറ്റിൻ്റെ എനർജി വീണ്ടും കണക്റ്റഡ് ആകുന്നുണ്ട്. സോൾ സെർച്ചിങ് ആണ്. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. നിങ്ങളിൽ നിങ്ങളൊരു പിടി മുറുക്കിയിരിക്കണം. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് എത്ര വീഴ്ചകൾ വന്നാലും നിങ്ങൾ വീഴില്ല. എത്ര തളർച്ച വന്നാലും നിങ്ങൾ വീഴാത്ത വിധം നിൽക്കുമെന്നുള്ള ഒരു എനർജിയിലേക്ക് മാറണം. കുറച്ചൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് പോകാനുണ്ട്. പാസ്റ്റിലെ ചില ട്രോമാസുകളെ ഹീലാക്കേണ്ടതായിട്ടുമുണ്ട് കേട്ടോ. കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി നിങ്ങളൊരു ഇച്ചിരി ഒരു പക്വതയുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് വരാനുണ്ട്. പിന്നെ 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ മാനസിക വിഷമം, പിരിമുറുക്കത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസിൽ നിന്ന് ഒരു സമാധാനം വരുന്നുണ്ട് കേട്ടോ. അതായത് ഫിനാൻസ് നിങ്ങളിലേക്ക് കുറച്ച് ആളുകളിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയാണ്. മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തത് ഫലവത്താവാത്ത വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തെങ്കിലും അത് നിങ്ങൾക്ക് ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ പോകുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്നൊരു എനർജിയിൽ കാണുന്നത്. നിങ്ങളൊന്ന് സെൽഫ് ലവ് എനർജിയിലേക്ക് വരാനാണ് പറയുന്നത്. സെൽഫ് ഫോർഗീവ്നെസ്, അതായത് നിങ്ങൾ നിങ്ങളോടൊന്ന് സറണ്ടർ ചെയ്യാനുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ വിട്ടുപോകാനുണ്ടെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് വരിക. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഒരു ഈഗോ എനർജിയിൽ നിന്ന്, ഇമോഷണൽ ഈഗോ നിങ്ങളിലുണ്ടെങ്കിൽ അവിടെ നിന്നും പുറത്ത് കടക്കുക. അതല്ലെങ്കിൽ ഇമോഷൻസിനെ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നും ബാലൻസ് ആവണമെന്നാണ് കാണുന്നത്. നമുക്ക് കോൺഫ്ലിക്റ്റുകളുടെ എനർജി ഒരുപാട് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. പക്ഷെ അത് കാര്യമാക്കണ്ട. നാളെ നമുക്ക് മാറ്റങ്ങളുടെ സമയം തന്നെയാണ്. അതായത് ഇന്നത്തെ ദിവസമല്ല നാളെ എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ സമയത്തെയും വളരെയധികം ബുദ്ധിപൂർവ്വം, കൂർമ്മ ബുദ്ധിയോടുകൂടി മറികടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും മൈൻഡ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക, മുന്നോട്ടേക്ക് പോവുക. റിക്കവറി എന്നാണ് കേട്ടോ നമ്മളോട് നമ്മുടെ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. അതായത് വീണ്ടെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ 2 സിറ്റുവേഷൻസ്, 2 തോട്ട്സുകളുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ആകുന്ന ഒരു തോട്ട്സ്, ഒരു തേങ്ങൽ, മനസ്സിലെപ്പോഴും ഒരു തേങ്ങൽ, എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു തേങ്ങലിൻ്റെ ആ ഒരു എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പെയിൻ എനർജി, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുമോ അനുയോജ്യമാകുമോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ കോൺഫിഡൻസിലേക്ക് വരണമെന്നും, അതുപോലെ തന്നെ റിക്കവറി, വീണ്ടെടുക്കുക, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് വീണ്ടെടുക്കുക എന്നാണ് പറയുന്നത്. ഇഫ് യു ബിലീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് ഇഫ് യു ബിലീവ് എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് എന്ത് കാര്യവും വന്നു ചേർന്നിട്ട് കാര്യമുള്ളൂ, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നോ എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. അതായത് ഒരു സക്സസ്സിനെ സംബന്ധിച്ചാണ് കേട്ടോ ഒരു നോ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ടൊരു ഫൈറ്റിംഗ് ആണ്. ഒരു ഫൈറ്റിംഗ് നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു
സംവാദം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നത്തിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു സക്സസ് ആണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരു ഫൈറ്റിങ്ങിലൂടെ ഒരു വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. മറ്റൊരാളുടെ പെയിൻ എനർജിയിലൂടെ നമുക്കൊന്നും നേടണ്ട. ചിലപ്പോൾ അതവിടെ ഒരു വിട്ടുകൊടുക്കലിൻ്റെ എനർജി ആയിരിക്കാം ഡിവൈൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് വളരെ കറക്റ്റായ സിറ്റുവേഷൻസ് ചൂസ് ചെയ്യണമെന്ന്. അതായത് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടോ വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ പുതിയ എന്തെങ്കിലും വാങ്ങുന്നതിനോ കുറച്ച് സാമ്പത്തികം കൂടുതൽ മുടക്കി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഇന്ന് നിങ്ങൾ എന്ത് ക്രിയേറ്റിവിറ്റി ചെയ്യുമ്പോഴും ആ ഒരു കാര്യത്തിന് എന്തിനിറങ്ങിത്തിരിക്കുമ്പോഴും കറക്റ്റായിട്ടുള്ള ഒരു ദിശ, കറക്റ്റായിട്ടുള്ള മാർഗം സ്വീകരിക്കുക എന്നുകൂടി നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് നൽകുന്നുണ്ട് കേട്ടോ.